നമ്മുടെ വീഡിയോ അവർ മാത്രമല്ല കാണുക, എല്ലാവരും കാണണം. നമസ്കാരം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വീഡിയോകൾ ഇട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെ കാണിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ നമ്മുടെ മുമ്പോട്ടുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ജേർണിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്ക്, എങ്ങനെ നമ്മളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മുമ്പോട്ട് ഗ്രോ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്ത് വെച്ചേ. അപ്പം മിസ്റ്റേക്കുകൾ എല്ലാവരും ചെയ്യും. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. അപ്പൊ ഈ മിസ്റ്റേക്കുകളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അത് യൂട്യൂബിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റാഗ്രാമിന്റെയോ ഒക്കെ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്തായാലും നമുക്ക് വ്യൂ വളരെ കുറവായിരിക്കും. നിങ്ങളിപ്പം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തൊരു കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക കാര്യം. കാരണം തുടക്ക സമയത്തിൽ ആരും തന്നെ നമ്മുടെ വീഡിയോകൾ കാണാനായിട്ട് കാണത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂ വരുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ വൈറലാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മുടെ ചാനലിൽ നടക്കണം എന്നെങ്കിൽ മാത്രമേ വീഡിയോകൾ റീച്ചിലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടത്തുള്ളൂ, ഫോളോവേഴ്സ് വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ തവണ നമ്മൾ ഒരാൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്തു, നമ്മുടെ ഒരു പുതിയ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ അവരത് കാണും, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. രണ്ടാമത് വീണ്ടും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവരതും കാണും. മൂന്നാമത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ എന്തെടുക്കും, നമ്മുടെ വീഡിയോ ചിലപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യും നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി, അതിനുശേഷം അവർ അന്നേരം തന്നെ അത് ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങുന്നു, അതിലെ വീഡിയോകൾ നമ്മൾ ഇടുന്നത് അന്നേരം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് കാണണമെന്ന് പറയുന്നു. അപ്പം ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോകളൊക്കെ അവർ കണ്ടു എന്ന് വരാം. അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കുന്ന വീഡിയോകൾ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ബുദ്ധിമുട്ടാവും, അവർ ഓപ്പൺ ആക്കും, അതിനുശേഷം അത് കാണാതെ പോകും. അപ്പൊ അടുപ്പിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു 10-20 ഇനീഷ്യലി വരുന്ന വ്യൂ ഇതേപോലെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ സിസ്റ്റത്തിന് അറിയത്തില്ല, നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് സുഹൃത്ത് ആ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ട് അല്ലെങ്കിൽ താല്പര്യമില്ലാഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യാതെ പോയതാണെന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് അത് മനസ്സിലാകത്തില്ല. യൂട്യൂബ് അൽഗോരിതം മനസ്സിലാക്കുന്നത് ഈ വീഡിയോ ഓപ്പൺ ആക്കിയ ഒരാൾ ആ വീഡിയോയുടെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടോ ആളുകൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നു എന്ന് യൂട്യൂബ് അൽഗോരിതം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പം സ്വാഭാവികമായിട്ടും കുറച്ച് പേര് ഇനിഷ്യലി ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ വീഡിയോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുമ്പോട്ടുള്ള റെക്കമെൻഡേഷൻ യൂട്യൂബ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. യൂട്യൂബിന്റെ കാര്യമാണ് ഈ പറയുന്നത്. യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഡെഡ് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക, അതായത് ഷെയർ ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എടുക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ വിലയുള്ളതായിരിക്കില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടു, അത് നമ്മുടെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവനത് കണ്ടിട്ട് ഒന്നെങ്കിൽ പറയും നീ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്, എനിക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അവനത് കണ്ടിട്ട് പിന്നെ നമ്മളെ മുഷിപ്പിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് ഇത് മാനസികമായിട്ട് തളർത്തണ്ടെന്ന് കണ്ട് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അവൻ പറയടാ അടിപൊളിയാണ്, സൂപ്പറാണ്, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും എന്ന് പറയാം. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഓക്കെ നമുക്കൊരു കുറവില്ല, എല്ലാം അടിപൊളിയാണ്, നമ്മുടെ സുഹൃത്ത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെങ്കിൽ നമുക്ക് യഥാർത്ഥ ഫീഡ്ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയാത്ത ഒരാൾ ഓർഗാനിക് ആയിട്ട് വന്ന് നമ്മുടെ വീഡിയോ കണ്ട് അങ്ങനെ കിട്ടുന്ന ഒരു റിവ്യൂ ഉണ്ടല്ലോ, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലാന്ന് തന്നെ അവർ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കമന്റ് ചെയ്യും. അങ്ങനെയുള്ള കമന്റുകളും അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും എടുത്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോകളിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട്. പക്ഷെങ്കിൽ മിക്ക ആളുകളും തുടക്കത്തിൽ വിചാരിക്കുന്നത് ഇത് ഇവിടെ കൊണ്ട് തീരും, ഈ ഒരു 10-50 സുഹൃത്ത് വലയത്തിനുള്ളിൽ തീരും, അല്ലെങ്കിൽ അത്രയും പേരെ കാണത്തുള്ളൂ എന്നൊക്കെയാണ് യൂട്യൂബിനെ കുറിച്ച് എല്ലാവരും കരുതുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ അത്രയും ചുരുങ്ങിയ ചിന്താഗതിയുമായിട്ട് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വരാതിരിക്കുക. കുറച്ചുകൂടെ വലിയ ചിന്താഗതിയിൽ തന്നെ ഈ കാര്യങ്ങളെ കാണുക. കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയോ അല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത്, അത് എല്ലാവരും കാണണം, പറ്റുമെന്നുണ്ടെങ്കിൽ ലോകം മൊത്തമുള്ള ആളുകൾ കാണണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ തന്നെ വീഡിയോകൾ ചെയ്യുക. അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നത്തില്ല. നമ്മുടെ വീഡിയോ അവർ മാത്രമല്ല കാണുക, എല്ലാവരും കാണണം. അപ്പൊ അങ്ങനെ കിടക്കട്ടെ, നമ്മൾ നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ നല്ല കണ്ടന്റുകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പൊ എന്താണ്, ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് വ്യൂ വരാനായിട്ട് തുടങ്ങും. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം കാണും, ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് വീഡിയോകൾ ചെയ്യുന്ന എനിക്ക് ഇതുവരെ ഓർഗാനിക് വ്യൂ വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാത്തതിന്റെ ഒരു കാരണം നിങ്ങൾ പ്രോപ്പർ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിലാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാതെ നിങ്ങൾ തുടങ്ങിയ അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. മനസ്സിലായി? അപ്പം പ്രോപ്പർ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ കറക്റ്റ് ഫീഡ്ബാക്ക് തരുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളുടെ ഓഡിയൻസിന് ആവശ്യമുള്ള രീതിയിലുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് മുമ്പോട്ട് വരാനും സാധിക്കും. ഇനി നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ആ ചാനലിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. ഇനി ഈ ഫോളോവേഴ്സിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും പ്രയോജനം ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഫോളോവേഴ്സ് ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് കാണാൻ
കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ ടേസ്റ്റ് എന്താണ്, അവർ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് കൂടുതൽ വാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുമ്പോട്ടുള്ള സമയത്ത് അതിനനുസരിച്ചുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സബ് ഫോർ സബ്, അതായത് മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ഒരു 5-8 വർഷം മുമ്പ് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്കായിക്കൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്ത് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ളത്. ബട്ട് ഇന്ന് സത്യത്തിൽ ആ ഒരു പരിപാടി വർക്ക് ആകുന്നില്ല. സബ് ഫോർ സബ് ഡയറക്റ്റ് വർക്ക് ആകുന്നില്ലെങ്കിലും പല വളഞ്ഞ വഴികളിലൂടെ, കമന്റുകളിലൂടെയും ഷെയറുകളിലൂടെയും ഒക്കെ ഈ സബ് ഫോർ സബ് യൂട്യൂബിൽ വർക്ക്ഔട്ട് ആക്കി കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് സത്യത്തിൽ ബോർഡ് സബ്സ്ക്രൈബർ പോലെ തന്നെയാണ്, വേസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഫ്യൂച്ചറിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് സബ് ഫോർ സബിന്റെ പുറകെ നിങ്ങൾ പോവാതിരിക്കുക പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.